എല്ലാവർക്കും നമസ്കാരം. UK എഡ്യൂസോണിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺസൈനിയുടെ ബുക്കിനകത്ത് വരുന്ന ജേണൽ എൻട്രീസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ജേണൽ എൻട്രീസ് കൺസൈനിയുടെ ബുക്കിൽ. കൺസൈനറുടെ ബുക്കിനകത്ത് വരുന്ന കൺസൈൻമെൻറ്റ് അക്കൗണ്ടും അതോടൊപ്പം തന്നെ കൺസൈനി അക്കൗണ്ട് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിലായി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ചാനലിലൂടെ കൊമേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകളാണ് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഉപകാരമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൊമേഴ്സ് പഠിക്കുന്ന ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. കൺസൈനിയുടെ ബുക്കിനകത്ത് പ്രധാനമായിട്ടും വരക്കുന്ന അക്കൗണ്ടാണ് കൺസൈനർ അക്കൗണ്ട് എന്നുള്ള. കൺസൈനർ അക്കൗണ്ട് എത്ര എമൗണ്ടാണ് കൺസൈനർക്ക് സെൻഡ് ചെയ്യേണ്ടത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കൺസൈനർ അക്കൗണ്ട് എന്നുള്ളത് പ്രിപ്പയർ ചെയ്യുന്നത്. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഇതിനകത്ത് വരക്കില്ല. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് വരക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? കൺസൈൻമെൻറ്റിനകത്തുള്ള ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്നുള്ളത് വരക്കുന്നത്. ആ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്നുള്ളത് കൺസൈനറുടെ ബുക്കിനകത്താണ് വരക്കുന്നത്. കൺസൈനറുടെ ബുക്കിനകത്ത് വരക്കില്ല. കൺസൈനറുടെ ബുക്കിനകത്ത് കൺസൈനർ അക്കൗണ്ട് മാത്രമേ വരക്കുള്ളൂ. കൺസൈനർ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ അക്കൗണ്ടാണ്. പേഴ്സണൽ അക്കൗണ്ടാണ്. എത്ര എമൗണ്ടാണ് കൺസൈനർക്ക് കൊടുക്കാനുള്ളത്, അല്ലെങ്കിൽ ബാലൻസ് എമൗണ്ട് ഡ്യൂ ടു ദ കൺസൈനർ. കൺസൈനർക്ക് എത്ര എമൗണ്ടാണ് അവരുടെ എക്സ്പെൻസും അതോടൊപ്പം തന്നെ കമ്മീഷനും കഴിച്ചിട്ട് എത്ര എമൗണ്ടാണ് കൊടുക്കാനുള്ളത് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? കൺസൈനറുടെ അക്കൗണ്ട് എന്നുള്ളത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ജേണൽ എൻട്രീസ് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ ജേണൽ എൻട്രി എന്നുള്ളത് ഗുഡ്സ് റിസീവ് ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി. അപ്പോൾ നമ്മൾ കൺസൈനയുടെ ഭാഗത്താണ് ചിന്തിക്കുന്നത്. അപ്പോൾ കൺസൈനയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പം ഒന്നാമത്തെ ഗുഡ്സ് റിസീവ് ചെയ്യുന്നു. അതായത് കൺസൈനറുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് വാങ്ങിക്കുമ്പോൾ കൺസൈനിയുടെ ബുക്കിൽ പ്രത്യേകിച്ച് ജേണൽ എൻട്രി നമ്മൾ എഴുതില്ല. ഇവിടെ ജേണൽ എൻട്രിയുടെ ആവശ്യമില്ല. നോ ജേണൽ എൻട്രി റിക്വയർഡ്. കാരണം കൺസൈൻമെൻറ്റിനകത്ത് കൺസൈനറുടെ ബുക്കിനകത്ത് ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ജേണൽ എൻട്രി എഴുതുന്ന കാര്യം പഠിച്ചു. ജേണൽ എൻട്രി എന്താണ്? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് വെച്ചിട്ട് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് എന്നുള്ളതാണ് ജേണൽ എൻട്രി എന്നുള്ളത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. കൺസൈൻഡ് ബുക്കിനകത്ത് ഗുഡ്സ് റിസീവ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ജേണൽ എൻട്രി എന്നുള്ളത് ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഒരു കാര്യം എന്നുള്ളത്. അപ്പം ഇനി ഇതിനകത്ത് വരുന്നത് ഒരു 6 ജേണൽ എൻട്രിയാണ് വരുന്നത്. 6 ജേണൽ എൻട്രി എന്നുള്ളത് നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് കൺസൈനറുടെ ഒരു അക്കൗണ്ട് ഞാനിവിടെ വരക്കുന്നുണ്ട്. കൺസൈനറുടെ അക്കൗണ്ട് എന്നുള്ളത്, ഈ കൺസൈനറുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ നമുക്ക് ജേണൽ എൻട്രീസും ഒന്നിച്ച് പറയാം. അപ്പോൾ അതിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് എമൗണ്ടിൻ്റെ കാര്യമാണ്. അഡ്വാൻസ് എമൗണ്ട് കൺസൈനർക്ക് അഡ്വാൻസ് എമൗണ്ട് കൊടുക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ജേണൽ എൻട്രിയാണ് നെക്സ്റ്റ് വരുന്നത്. ജേണൽ എൻട്രി എന്നുള്ളത് കൺസൈനർ അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ് ഓർ ബാങ്ക് ഓർ ബിൽസ് പേയബിൾ. കൺസൈനർ അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ്, ബാങ്ക് ഓർ ബിൽസ് പേയബിൾ എന്തിൻ്റെ കേസാണ്? അഡ്വാൻസ് എമൗണ്ടിൻ്റെ കേസാണ്. അഡ്വാൻസ് എമൗണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് കൺസൈനർക്ക് അഡ്വാൻസ് എമൗണ്ട് കൊടുക്കുന്നുണ്ട് എന്ന് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അഡ്വാൻസിൻ്റെ എമൗണ്ട് നമ്മൾ എഴുതുന്ന ജേണൽ എൻട്രിയാണ് കൺസൈനർ അക്കൗണ്ട് വെച്ചിട്ട് ക്യാഷ് ഓർ ബാങ്ക് ഓർ ബിൽസ് പേയബിൾ എന്നുള്ളത്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ. രണ്ടാമത്തത് കൺസൈനിയുടെ ഭാഗത്തു നിന്ന് കൺസൈൻമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എക്സ്പെൻസ് ഉണ്ടാവും. ആ എക്സ്പെൻസ് നമ്മൾ എഴുതുന്ന ജേണൽ എൻട്രിയാണ് നെക്സ്റ്റ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ക്യാഷ് ഓർ ബാങ്ക് എക്സ്പെൻസസ് എഴുതുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ജേണൽ എൻട്രി പാസ് ചെയ്യുന്നത് എങ്ങനെയാണ്? കൺസൈനർ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് ഓർ ബാങ്ക് എന്നുള്ള. ഈ ക്യാഷ് ഓർ ബാങ്ക് എന്നുള്ള എക്സ്പെൻസ് ആരുടെ ഭാഗത്തുണ്ടാകുന്ന എക്സ്പെൻസാണ്? കൺസൈനിയുടെ ഭാഗത്തുണ്ടാകുന്ന എക്സ്പെൻസാണ്. കൺസൈനിൻ്റെ ഭാഗത്തുണ്ടാകുന്ന എക്സ്പെൻസാണ് നമ്മളിവിടെ എഴുതുന്നത്. ദെൻ നെക്സ്റ്റ് ജേണൽ എൻട്രി എന്നുള്ളത് സെയിൽസ് നടത്തുമ്പോഴുള്ള ജേണൽ എൻട്രി. സെയിൽസ് ചിലപ്പം ക്യാഷ് സെയിൽസ് ആവാം, ക്രെഡിറ്റ് സെയിൽസ് ആവാം. ക്യാഷ് സെയിൽസ് ആണെങ്കിൽ ക്യാഷ് ഓർ ബാങ്ക് ക്യാഷ് സെയിൽസ്. കൺസൈനി സെയിൽസ് നടത്തുന്നു.
ആ സെയിൽസ് നടത്തുന്നത് ക്യാഷ് സെയിൽസ് ആണ് എങ്കിൽ അതിൻ്റെ ജേണറിയാണ് ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് വെച്ചിട്ട് ക്യാഷ് സെയിൽസ് എന്നുള്ളത്. ചിലപ്പോൾ അത് ക്രെഡിറ്റ് സെയിൽസ് ആണ് എങ്കിൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഇട്ടിട്ടു ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വെച്ചിട്ട് കൺസൈനർ അക്കൗണ്ടാണ്. ക്യാഷ് സെയിൽസ് ആണെങ്കിൽ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് വെച്ചിട്ട് കൺസൈനർ അക്കൗണ്ട്. ക്രെഡിറ്റ് സെയിൽസ് ആണെങ്കിൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഇട്ടിട്ടു ക്രെഡിറ്റ് സെയിൽസ്. ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വെച്ചിട്ട് കൺസൈനർ അക്കൗണ്ട് എന്നല്ല. ഓക്കെ, നോർമലി ക്യാഷ് സെയിൽസ് ആണ് വരുന്നത്. ക്രെഡിറ്റ് സെയിൽസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ജേണറിയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ദെൻ ഈ സെയിൽസിൻ്റെ മുകളിലായിരിക്കും എന്തുണ്ടാവുക, കമ്മീഷൻ്റെ എമൗണ്ട് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 10,000 ആണ് സെയിൽസ് ഉണ്ടെങ്കിൽ അതിൻ്റെ എന്താണ് സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ ആർക്ക് കിട്ടും, കൺസൈനിക്ക് എന്നുള്ളത് കമ്മീഷൻ. ഈ സെയിൽസിൻ്റെ മുകളിലാണ് നോർമലി കാൽക്കുലേറ്റ് ചെയ്യുന്ന സെയിൽസിൻ്റെ മുകളിലാണ്. അപ്പോൾ ഈ കമ്മീഷൻ്റെ ജേണറിയാണ് നമ്മൾ നെക്സ്റ്റ് എഴുതുന്നത്. കൺസൈനർ അക്കൗണ്ട് ഇട്ടിട്ടു കമ്മീഷൻ അക്കൗണ്ട്. കൺസൈനർ അക്കൗണ്ട് ഇട്ടിട്ടു കമ്മീഷൻ അക്കൗണ്ട് എന്നുള്ളത് കമ്മീഷൻ്റെ എമൗണ്ട് നമ്മളിത് ഇവിടെ എഴുതി വെക്കുന്നു. ഓക്കെ, ഇത്രയാണ് ഇതിനകത്ത് വരുന്ന ജേണറി. ഇത്രയും ജേണൽ എൻട്രി നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് ഈ അക്കൗണ്ട് എന്നുള്ളത് എന്ത് ചെയ്യും, ബാലൻസ് ചെയ്യും. അങ്ങനെ ബാലൻസ് ചെയ്യുമ്പം ഇവിടെ ഈ ഭാഗത്തായിരിക്കും ഒരു ബാലൻസ് വരും. ഈ എമൗണ്ടാണ് കൺസൈനർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി എന്നുള്ളത് ഇവിടെ ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് വരും. കൺസൈനർ അക്കൗണ്ട് ഡെറ്റ ടു ക്യാഷ് ഓർ ബാങ്ക്. കൺസൈനർ അക്കൗണ്ട് ഡെറ്റ ടു ക്യാഷ് ഓർ ബാങ്ക്. ബാലൻസ് എമൗണ്ട് കൺസൈനർക്ക് സെൻഡ് ചെയ്യുന്ന ബാലൻസ് എമൗണ്ടാണ് ഇവിടെ വരുന്നത്. ഈ ബാലൻസ് എമൗണ്ട് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് വരക്കുന്നത്, കൺസൈനർ അക്കൗണ്ട് എന്നുള്ളത് വരക്കുന്നത്. കൺസൈനർ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പേഴ്സണൽ അക്കൗണ്ടാണ്. ബാലൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് വരക്കുന്നത്, കൺസൈനർ അക്കൗണ്ട് എന്ന് വരക്കുന്നത്. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് മാത്രമേ ആരുടെ ബുക്കിനകത്ത് ഉണ്ടാവുള്ളൂ, കൺസൈനിയുടെ ബുക്കിനകത്ത് നമ്മൾ വരക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബേസിനകത്തുള്ള പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. 2 ബുക്കിനകത്ത് ബുക്സ് ഓഫ് അക്കൗണ്ടിനകത്തുള്ള പ്രോബ്ലമൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ നിങ്ങൾക്ക് കമൻ്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾ എക്സാമിനൊക്കെ ചെയ്യുമ്പോൾ ബികോമിനകത്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണത്. ആദ്യം ജേണറി എഴുതിയിട്ട് പിന്നീട് ലെഡ്ജർ അക്കൗണ്ട്സ് വരക്കുക. അപ്പോൾ അതിനകത്ത് ജേണറി എഴുതിയിട്ട് അതിൻ്റെ ഒന്നിച്ചുള്ള പോസ്റ്റിംഗ് ആണ് ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. സംശയമുണ്ടെന്ന് നിങ്ങൾക്ക് താഴെ ചോദിക്കാവുന്നതാണ്. താങ്ക് യു.